ഹലോ നമസ്തേ. എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റിലെ ഇൻഷുറൻസ് എന്ന ചാപ്റ്ററിലെ മറൈൻ ഇൻഷുറൻസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പോർഷനുകളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി എത്ര തരത്തിലുള്ള മറൈൻ പോളിസികൾ ഉണ്ട് എന്ന് നോക്കാം. നമ്മൾക്കെല്ലാവർക്കും അറിയാം, കടലിൽ കൂടി പോകുന്ന യാനങ്ങൾക്ക് കപ്പലുകൾക്ക് എടുക്കുന്ന പോളിസികളാണ് മറൈൻ പോളിസികൾ എന്നറിയപ്പെടുന്നത്. ആ മറൈൻ പോളിസികളിൽ ഒന്നാമത്തെ ടൈപ്പാണ് വോയേജ് പോളിസി. ഇറ്റ് കവർ എ പെർട്ടിക്കുലർ വോയേജ് ആൻഡ് ദെയർഫോർ ഇൻ ദിസ് പോളിസി ടൈം ടേക്കൺ ഇൻ എ പെർട്ടിക്കുലർ വോയേജ് ഈസ് നോട്ട് കൺസിഡേർഡ്. അതായത് ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള പോളിസിയാണ് വോയേജ് പോളിസി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് എത്രത്തോളം സമയമെടുക്കും എന്നുള്ളത് ഇതിനകത്ത് കണക്കാക്കപ്പെടുന്നില്ല. അടുത്താണ് ടൈം പോളിസി. ദിസ് പോളിസി ഈസ് ടേക്കൺ ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഏതെങ്കിലും ഒരു പ്രത്യേക കാലയളവിലേക്കുള്ള പോളിസിയാണ് ടൈം പോളിസി. ദ പോളിസി കനോട്ട് കവർ എ പീരീഡ് ഓഫ് മോർ ദാൻ 1 year ബട്ട് ഹാസ് എ കണ്ടിന്യൂസ് ക്ലോസ് ഓൾസോ. ഈ പോളിസിക്ക് ഒരു കൊല്ലത്തിൽ കൂടുതൽ സമയമുണ്ടാകത്തില്ല. പക്ഷേ മിക്കപ്പോഴും ഈ പോളിസികളിൽ കണ്ടിന്യൂസ് ക്ലോസ് എന്ന് പറയുന്നൊരു ക്ലോസ് കൂടി ഉണ്ടാവും. എന്താണ് കണ്ടിന്യൂസ് ക്ലോസ് എന്ന് നോക്കാം. ഇറ്റ് മീൻസ് ഇഫ് അറ്റ് ദ എക്സ്പയറി ഓഫ് ദ പോളിസി അവസാനിച്ച് കഴിയുകയാണെങ്കിൽ ദ ഷിപ്പ് ഈസ് ഓൺ ദ സീ, കപ്പൽ കടലിലാണെങ്കിൽ ദ പോളിസി വിൽ കണ്ടിന്യൂ ടിൽ ഇറ്റ് റീച്ച് ദ പോർട്ട്. പോർട്ടിൽ എത്തുന്നിടം വരെ ഈ പോളിസി വാലിഡ് ആയിരിക്കും. അതിനൊരു ഉദാഹരണം, മാർച്ച് 31 ഇൻഷുറൻസ് പോളിസി അവസാനിക്കും. ആ സമയത്ത് നമ്മളുടെ കപ്പൽ ഇവിടുന്ന് ദുബായിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദുബായിൽ എത്തുന്നിടം വരെയും ഈ ടൈം പോളിസി വാലിഡ് ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ക്ലോസ്. അപ്പോൾ ടൈം പോളിസിയുടെ പ്രത്യേകത ഇതാണ്, ഇത് ഒരു പ്രത്യേക കാലയളവിലേക്കാണ്. അടുത്താണ് മിക്സഡ് പോളിസി. എന്താണ് മിക്സഡ് പോളിസി എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് വോയേജ് ആൻഡ് ടൈം പോളിസി കവറിംഗ് ദ റിസ്ക് ഫോർ എ വോയേജ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. അതായത് വോയേജ് പോളിസിയുടെയും ടൈം പോളിസിയുടെയും കോമ്പിനേഷനാണ്. അതായത് ഒരു പ്രത്യേക കാലയളവിലേക്ക് ഉണ്ടായേക്കുന്ന യാത്രകളുടെ റിസ്കുകളെല്ലാം കവർ ചെയ്യുന്ന പോളിസികളാണ് മിക്സഡ് പോളിസി. അടുത്താണ് വാല്യൂഡ് പോളിസി. ദിസ് പോളിസി മെൻഷൻ ദ വാല്യൂ ഓഫ് ദ സബ്ജക്ട് മാറ്റർ ഇൻഷുർഡ്. അതായത് നമ്മൾ ഇൻഷുറൻസ് ആയിട്ട് എടുത്തേക്കുന്ന സാധനങ്ങളുടെ മൂല്യമാണ് ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. സച്ച് വാല്യൂ ഈസ് റിഗാർഡഡ് ആസ് ദ കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് ദ ഇൻഷുറബിൾ വാല്യൂ ഓഫ് ദ സബ്ജക്ട് മാറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഇൻഷുറൻസ് വാല്യൂ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് സാധനമാണോ വെച്ചേക്കുന്ന ആ സാധനത്തിൻ്റെ മുഴുവനായിട്ടുള്ള വില ഇത്രയാകും എന്നുള്ളതിൻ്റെ കൺക്ലൂസീവ് എവിഡൻസ് ആണ് ഈ പറയുന്ന വാല്യൂഡ് പോളിസി. അപ്പം നമ്മളുടെ യാത്രയിൽ ഉണ്ടായേക്കുന്ന സാധനത്തിൻ്റെ മൂല്യത്തിന് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന പോളിസിയാണ് വാല്യൂഡ് പോളിസി. സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മെഷീനറികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സ് കപ്പൽ മാടക്കം ഒരിടത്തുനിന്നും മറ്റിടത്തേക്ക് അയക്കുകയാണെങ്കിൽ ആ ഗുഡ്സിൻ്റെ മൂല്യത്തിന് നൽകുന്ന പോളിസിയാണ് വാല്യൂഡ് പോളിസി. അടുത്താണ് അൺവാല്യൂഡ് പോളിസി ഓർ ഓപ്പൺ പോളിസി. എന്താണ് അൺവാല്യൂഡ് പോളിസി അല്ലെങ്കിൽ ഓപ്പൺ പോളിസി എന്ന് നോക്കാം. റിസർവ് ടു ദ വാല്യൂ പോളിസി റിവേഴ്സ് ടു ദ വാല്യൂഡ് പോളിസി. ദിസ് പോളിസി ഡസ് നോട്ട് സ്പെസിഫൈ ദ വാല്യൂ ഓഫ് സബ്ജക്ട് മാറ്റർ ഇൻഷുർഡ്. അതായത് വാല്യൂ പോളിസിയുടെ കൂട്ടല്ല, ഇവിടെ വാല്യൂ പോളിസിയുടെ ഓപ്പോസിറ്റ് ആണ്. കാരണം ഇവിടെ എത്രത്തോളം സബ്ജക്ട് മാറ്ററിന്റെ വാല്യൂ എത്രയാണ് എന്നുള്ളതിനെ പറ്റി ഇവിടെ പറയത്തില്ല. ഇൻ സച്ച് എ കേസ് ദ വാല്യൂ ഓഫ് ലോസ് ഈസ് അസർട്ടൈൻഡ് സബ്സ്റ്റാൻഷ്യലി സബ്ജക്ട് ടു ദ സം അഷ്യൂർഡ്. ഇവിടെ നഷ്ടങ്ങൾ അളക്കപ്പെടുന്നത് സം അഷ്യൂർഡിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഇൻ കേസ് വെൻ ദ ലോസ് ഈസ് ഒക്കർ, നഷ്ടമുണ്ടാകുമ്പോൾ സം അഷ്യൂർഡിനെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക, നഷ്ടത്തുക കൊടുക്കുക. കാരണം അൺവാല്യൂഡ് പോളിസി അല്ലെങ്കിൽ ഓപ്പൺ പോളിസിക്കകത്ത് എന്ത് ഇല്ല, സാധനങ്ങളുടെ മൂല്യം നമ്മൾ ഇൻഷുർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്നില്ല. അടുത്താണ് ഫ്ലോട്ടിംഗ് പോളിസി. ഇറ്റ് ഈസ് ദ പോളിസി വിച്ച് ഡിസ്ക്രൈബ്സ് ദ ജനറൽ ടേംസ് ബട്ട് ലീവ്സ് ദ പെർട്ടിക്കുലേഴ്സ് ലൈക്ക് നെയിം ഓഫ് ദ ഷിപ്പ്, ടൈം ഓഫ് ദ പോളിസി എക്സെട്ര to be deemed by the subsequent declaration. ഫ്ലോട്ടിംഗ് പോളിസിയുടെ പ്രത്യേകത ഇതാണ്, പൊതുവായ കാര്യങ്ങൾ മാത്രമേ ഈ പോളിസിക്കകത്ത് പറയത്തുള്ളൂ. സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായ കപ്പലിൻ്റെ പേര്, പോളിസി എത്ര നാളത്തേക്കുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ഫ്ലോട്ടിംഗ് പോളിസിയിൽ പറയുകയില്ല. അത് പിന്നീട് ഏതെങ്കിലും ഒരു ഡിക്ലറേഷൻ മുഖാന്തരം നമ്മൾ നൽകിയിരുന്നാൽ മതി. ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യവാങ്മൂലം നൽകുന്നതിലൂടെ നമ്മൾ ഇത് നൽകിയിരുന്നാൽ മതി. സച്ച് പോളിസി കവേഴ്സ് ആൾ ദ ഗുഡ്സ് ലോഡഡ് ഓൺ എനി ഷിപ്പ് mentioned at any point within the limit of the insured voyage and the insured amount.
അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള യാത്രയിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള തുകയ്ക്കുള്ള ഏത് കപ്പലിലിരിക്കുന്ന ഏത് സമയത്തുണ്ടായിരിക്കുന്ന സാധനങ്ങൾക്കും ഈ ഫ്ലോട്ടിംഗ് പോളിസി പ്രകാരം നമുക്ക് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആ റിസ്കുകളൊക്കെ കവറപ്പ് ചെയ്യുന്നതാണ്. അതിന് ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ നമ്മളുടെ കമ്പനിക്ക് ഒരു 5 കപ്പലുകളുണ്ട്. നമ്മളൊരു ഫ്ലോട്ടിംഗ് പോളിസി എടുത്തു. ഈ 5 കപ്പലുകൾ ഒരെണ്ണം കൊളംബോയിലേക്ക്, ഒരെണ്ണം ദുബായിലേക്ക്, ഒരെണ്ണം അമേരിക്കയിലേക്ക്, ഒരെണ്ണം ആഫ്രിക്കയിലേക്ക്, ഒരെണ്ണം ചൈനയിലേക്കും എന്ത് ചെയ്യുകയാണ്, പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കപ്പലുകൾക്കെല്ലാം കൂടെ നമ്മൾ ഒരൊറ്റ പോളിസിയാണ് എടുക്കുന്നത്. പക്ഷേ ആ പോളിസിക്കകത്ത് ഏത് കപ്പലിനുള്ളതാണ്, ഏത് സമയത്തേക്കുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പോഴാണ് ചൈനയിലേക്ക് പോയേക്കുന്ന കപ്പലിന് നഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടം പറ്റി, നമ്മളുടെ ചരക്കുകൾ നശിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിക്ലറേഷൻ കൊടുക്കും. നമ്മളുടെ ചൈനയിലേക്കുള്ള കപ്പലിലാണ് ഇത്ര സമയത്താണ് നമുക്ക് നഷ്ടം സംഭവിച്ചതെന്നുള്ള ഡിക്ലറേഷൻ കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ ഏത് കപ്പലിനാണ് ഏത് സമയത്തേക്കുള്ളതാണെന്നൊന്നും മെൻഷൻ ചെയ്യാനുള്ള പോളിസികളെ പറയുന്ന പേരാണ് ഫ്ലോട്ടിംഗ് പോളിസി. അടുത്താണ് വേജറിംഗ് ഓർ ഹോണർ പോളിസി. The marine policy where the assured has no insurable interest in the subject matter, nor the contract is done without the expectation of insurable interest is called wager policy. അതായത് ഇതിനകത്ത് പോളിസി എടുക്കുന്ന വ്യക്തിക്ക് സബ്ജക്ട് മാറ്ററിന് മുകളിൽ യാതൊരു വിധത്തിലുള്ള താല്പര്യമോ അല്ലെങ്കിൽ ഇദ്ദേഹം ഈ സാധനങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള കോൺട്രാക്റ്റോ ഉള്ള വ്യക്തി ആയിരിക്കത്തില്ല. അയാൾ ചുമ്മാ ഒരു ഊഹത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഒരു പോളിസി എടുക്കുന്നു. In such a policies, the existence of insurable interest is not proved at the time of loss. നഷ്ടമുണ്ടാകുന്ന സമയത്ത് ഈ സാധനത്തിന് മുകളിലുള്ള നമ്മളുടെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് നമ്മൾ തെളിയിക്കേണ്ട ആവശ്യങ്ങൾ ഒന്നുമില്ല. സച്ച് പോളിസീസ് ആർ നോ ഡൗട്ട് വോയിഡ്, ബട്ട് ദ ഇൻഷുറൻസ് മീറ്റ് ഹിസ് ലയബിലിറ്റി ഓൺലി ആസ് ദ കൺസിഡറേഷൻ ഓഫ് ഫോർ ഹോണർ. അതായത് വിശ്വാസത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തുള്ള പോളിസികൾ ശരിക്കും പറഞ്ഞാൽ ഇത് വോയിഡ് തന്നെയാണ്, നിലനിൽപ്പില്ലാത്തതാണ്. പക്ഷേ ഇൻഷുറൻസ് കമ്പനി പലപ്പോഴും ഇതിന് കാശ് കൊടുക്കും ബേസ്ഡ് ഓൺ ദ ഹോണർ, വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തി. അതുകൊണ്ടാണ് അതിനെ പറഞ്ഞ പേര് വേജറിംഗ് ഓർ ഹോണർ പോളിസി എന്ന്. അടുത്തത് പ്രിൻസിപ്പിൾ ഓർ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് മറൈൻ ഇൻഷുറൻസ്. മറൈൻ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിളുകൾ അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ് അല്ലെങ്കിൽ ഫീച്ചർ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, ഫീച്ചർ ഓഫ് ജനറൽ കോൺട്രാക്ട്. ഒരു ജനറൽ കോൺട്രാക്റ്റിന് വേണ്ടുന്ന എല്ലാ എസെൻഷ്യൽ എലമെന്റുകളും മറൈൻ കോൺട്രാക്റ്റിന് അല്ലെങ്കിൽ മറൈൻ ഇൻഷുറൻസ് പോളിസിക്കും ഉണ്ടാവണം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, എ മറൈൻ ഇൻഷുറൻസ് പോളിസി മസ്റ്റ് ഫുൾഫിൽ all the essential elements of valid contract, namely offer, acceptance, agreement, competent parties, free consent, lawful consideration and legal object. അതായത് ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള എസെൻഷ്യൽ എലമെന്റുകളും ഒരു മറൈൻ ഇൻഷുറൻസ് പോളിസി ഫുൾഫിൽ ചെയ്തിരിക്കണം. അടുത്ത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. The insured must have an insurable interest in the subject matter insured at the time when the losses occur. നഷ്ടമുണ്ടാകുന്ന സമയത്ത് ഈ ഇൻഷുറൻസ് എടുത്തേക്കുന്ന വ്യക്തിക്ക് എന്തിനു മുകളിലാണോ നമ്മൾ ഇൻഷുറൻസ് എടുത്തേക്കുന്നത് അതിന് മുകളിൽ ഒരു താല്പര്യം ഉണ്ടായിരിക്കണം, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മസ്റ്റ് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് എഫക്റ്റിംഗ് ദ ഇൻഷുറൻസ്. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇതിന് മുകളിൽ നമുക്ക് താല്പര്യം ഉണ്ടാകണമെന്നില്ല. പക്ഷേ നഷ്ടമുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ സബ്ജക്ട് മാറ്ററിന് മുകളിൽ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, അക്കോർഡിംഗ് ടു മറൈൻ ഇൻഷുറൻസ് ആക്ട് 1963, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് every person has an insurable interest who is interested in marine adventure. മറൈൻ അഡ്വഞ്ചറിന് മുകളിൽ താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും മറൈൻ ഇൻഷുറൻസ് പോളിസിക്ക് മുകളിൽ അല്ലെങ്കിൽ മറൈൻ ഇൻഷുറൻസിന് മുകളിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുമെന്നാണ് 1963 മറൈൻ ഇൻഷുറൻസ് ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. മറൈൻ ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് ഓഫ് അബ്രമേഡ് ഫെയ്ത്ത് ഓർ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. നമ്മൾ നേരത്തെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ദ ഇൻഷുർഡ് മസ്റ്റ് ഒബ്സർവ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഇൻ കോൺട്രാക്ട് ഓഫ് മറൈൻ ഇൻഷുറൻസ്. ഹി മസ്റ്റ് ഡിസ്ക്ലോസ് ആൾ ദോസ് റിലവൻറ്റ് ഫാക്ട്സ് ടു ദ ഇൻഷുറർ which are likely to affect his willingness to undertake the risk. അതായത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം പരിപൂർണമായ സമ്മതം. ഇവിടെ ഇൻഷുറൻസറും അതേപോലെ തന്നെ ഇൻഷേർഡും അവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പരസ്പരം എന്ത് ചെയ്തിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിരിക്കണം. If full facts are not disclosed by either party, the contract can be avoided by the other party. ഈ രണ്ട് വ്യക്തികളിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന കാര്യം മുഴുവനായി പറഞ്ഞിട്ടില്ല എങ്കിൽ മറ്റേ പാർട്ടിക്ക്, ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് ആ കോൺട്രാക്റ്റ് വേണ്ട എന്ന് തന്നെ വെക്കാം. അടുത്തത് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി. The essence of marine insurance contract
ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. മറൈൻ ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇതൊരു കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആണ്. എന്താണെന്ന് നോക്കാം. ദിസ് മീൻസ്, ഇതിന് അർത്ഥമാക്കുന്ന ഇതാണ്, ദാറ്റ് ബൈ ദിസ് കോൺട്രാക്ട് the underwriter agrees to indemnify the insured against the loss by sea risk to the extent of the amount insured. അതായത് എത്രത്തോളം രൂപയുടെ എമൗണ്ടിനാണോ നമ്മൾ ഇൻഷുറൻസ് എടുത്തേക്കുന്നത് അത്രത്തോളം രൂപയുടെ ഇൻഷുറൻസ് തുകകൾ, പരിരക്ഷകൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഭാഗമായി ദ ഇൻഷുർഡ് ക്യാൻ റിക്കവർ ഓൺലി ദ ആക്ച്വൽ ലോസ് സഫേർഡ്. ഇൻഷുറൻസ് എടുത്തേക്കുന്ന വ്യക്തിക്ക് നഷ്ടം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നഷ്ടം മാത്രമേ നഷ്ടമായ തുക മാത്രമേ അവർക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. ഹി വിൽ നോട്ട് ബി അലൗഡ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് ഹിസ് ലോസ്. അതായത് ഇദ്ദേഹത്തിൻ്റെ നഷ്ടത്തിൽ നിന്നും ഇവർക്ക് ലാഭങ്ങളൊന്നും നേടിയെടുക്കാൻ കൊണ്ട് പറ്റുകയില്ല. അതായത് ഉദാഹരണം, നമ്മളൊരു 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തു, അതിൽ 5 ലക്ഷം രൂപയുടെ സാധനം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 5 ലക്ഷം രൂപ വരെ കിട്ടുകയുള്ളൂ. അതിൽ കൂടുതൽ കിട്ടത്തില്ല. കാരണം അതിൽ കൂടുതലാവുകയാണെങ്കിൽ നമ്മുടെ നഷ്ടത്തെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ലാഭമാക്കി മാറ്റുന്നു. അങ്ങനെ ഉണ്ടാവത്തില്ല. എത്രത്തോളം രൂപയാണോ നമുക്ക് നഷ്ടമായി വരുന്നത് ആ നഷ്ടമായ തുകകൾ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്നും കിട്ടുകയുള്ളൂ. അതിനെ പറയുന്ന പേരാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് സബ്രോഗേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ. ഇവിടെ എന്താണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് സബ്രോഗേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ലൈഫ് ഇൻഷുറൻസിൻ്റെയൊക്കെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. The principles of subrogation and contributions are applicable to the marine insurance contract. Marine insurance കോൺട്രാക്റ്റിനകത്തും പ്രിൻസിപ്പിൾസ് ഓഫ് സബ്രോഗേഷനും ആൻഡ് കോൺട്രിബ്യൂഷനും ആപ്ലിക്കബിൾ ആണ്. ആഫ്റ്റർ മീറ്റിംഗ് ദ ലോസ് എഗ്രീഡ്, the insurer steps into shoes of the insured and become entitled to all the rights and remedies available to the insured against the third person. അതായത് ഇൻഷുറൻസ് കമ്പനിക്കാരന്മാർ പോളിസി ഹോൾഡറിന് കൊടുക്കാനുള്ള കാശുകളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഈ പോളിസി ഹോൾഡറിൻ്റെ സ്റ്റാൻഡിലേക്ക് ആര് മാറും? ഇൻഷുറൻസ് കമ്പനിക്കാരൻ മാറും. അങ്ങനെയാണ് എങ്കിൽ ഈ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള തുകകളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെ കിട്ടണമെങ്കിൽ അതെല്ലാം ആർക്കായിരിക്കും കിട്ടുക? പോളിസി ഹോൾഡർക്കായിരിക്കും അല്ല കിട്ടുക, പകരം ആർക്കായിരിക്കും കിട്ടുക? ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും കിട്ടുക. ഉദാഹരണം, ഒരു കപ്പൽ, എൻ്റെ കൈവശം ഒരു കപ്പൽ ഉണ്ടായിരുന്നു. ആ കപ്പൽ നശിക്കപ്പെട്ടു. പരിപൂർണമായി നശിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അവർ എനിക്ക് ഇൻഷുറൻസ് കമ്പനി ഒരു കുറേ കാശ് തന്നു. ഇനി ആ കപ്പൽ എൻ്റേതല്ല. ആ കപ്പൽ എനിക്ക് പകരം ആര് യൂസ് ചെയ്യും? എൻ്റെ ഇൻഷുറൻസ് കമ്പനി ഉപയോഗിക്കും. ഇനി ആ കപ്പലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ വേണമെങ്കിൽ ആര് നടത്തിക്കോണം? ഇൻഷുറൻസ് കമ്പനി നടത്തിക്കോണം. The doctrine of contribution also applicable in case of marine insurance. Doctrine of contribution എവിടെയും applicable ആണ്? marine insurance applicable ആണ്. Where the subject matter has been insured with more than one insurer, each insurer has to meet only the rateable proportion of the loss. If he has paid more than his share of loss, he is entitled to recover the excess paid from his client. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ്, ഒരേ സാധനം തന്നെ ഒന്നിലധികം ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എല്ലായിടത്തുനിന്നും കൂടി മാക്സിമം നമ്മൾക്ക് എത്രത്തോളം രൂപ നഷ്ടമായിട്ടുണ്ടോ ആ അനുപാതത്തിലേ നമുക്ക് കിട്ടത്തുള്ളൂ, ആ അത്രയും തുകയെ കിട്ടത്തുള്ളൂ. ഉദാഹരണം, 1 കോടി രൂപയുടെ ഒരു കപ്പൽ ഞാൻ 2 കമ്പനികളിൽ കൊണ്ടുചെന്ന് 1 കോടി രൂപയ്ക്ക് ഇൻഷുറൻസ് ചെയ്തു. അപ്പം എന്നിട്ട് ഈ കപ്പൽ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അപ്പോൾ പ്രഥമദൃഷ്ട്യാ നമ്മൾ വിചാരിക്കും 2 കമ്പനിയിൽ നിന്നും ഓരോ കോടി രൂപ വീതം വെച്ച്, അല്ലെങ്കിൽ 1 ലക്ഷം എത്രയാണോ വില ആ അത്രയും രൂപ കിട്ടുമെന്ന്. ആക്ച്വലി അങ്ങനെയല്ല. നമ്മളുടെ കപ്പലിൻ്റെ വില 1 കോടി രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 കമ്പനിക്ക് കൂടി എത്ര രൂപ തന്നാൽ മതിയാവും? ഈ 1 കോടി രൂപ തന്നാൽ മതിയാവും. അതിനാണ് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് കോൺട്രിബ്യൂഷൻ. അടുത്ത വാറണ്ടീസ്. ദ പ്രിൻസിപ്പിൾ ഓഫ് വാറണ്ടീസ് ആപ്ലിക്കബിൾ ടു മറൈൻ ഇൻഷുറൻസ് ഓഫ് കോൺട്രാക്ട്. According to the Marine Insurance Act, a warranty means a stipulation or term of breach which entitles the insurers to avoid the policy altogether. And this is so even though the breach arises through circumstances beyond the control of the warrantor. Warranties may be express or implied. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടാവും. ഓക്കെ, ആ പ്രധാനപ്പെട്ട കാര്യത്തെ പറയുന്ന പേരാണ് വാറണ്ടി എന്ന്. ഓക്കെ, ഇനി വാറണ്ടി ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പോളിസി ഹോൾഡർക്ക് അല്ല എങ്കിൽ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിക്കോ ആ കോൺട്രാക്റ്റ് തന്നെ വേണ്ട എന്ന് വെക്കാം. ശരിക്കും പറഞ്ഞാൽ ഇൻഷുർ പോളിസി മീൻസ് ഈ
പോളിസി കമ്പനിക്ക് ആ കോൺട്രാക്റ്റ് തന്നെ വേണ്ട എന്ന് വെക്കാം. അതിനെ പറഞ്ഞ പേരാണ് വാറണ്ടീസ്. ഓക്കെ, ഒരു ഉദാഹരണം, ഒരു കപ്പൽ, ആ കപ്പൽ മഞ്ഞുമലകളുള്ള സ്ഥലത്തൂടെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇൻഷുറൻസ് നമുക്ക് എടുത്ത് തന്നിരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇനി മഞ്ഞുമലയുടെ എല്ലാം കൂടെ കൊണ്ടു ചെന്നിട്ട് ഇടിക്കുകയാണെങ്കിൽ നഷ്ടങ്ങൾ വല്ലതും വരികയാണെങ്കിൽ അതിന് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്തില്ല, ബാധ്യത ഏറ്റെടുക്കില്ല, അല്ലെങ്കിൽ അവർ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുകയില്ല. ഓക്കെ, അപ്പോൾ ഒരു കോൺട്രാക്ട് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടിനെ പറഞ്ഞ പേരാണ് എന്താ, വാറണ്ടി. ആ വാറണ്ടി ബ്രീച്ച് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലംഘിക്കപ്പെടുകയാണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, ഇൻഷുറൻസ് പരിരക്ഷ കിട്ടത്തില്ല. ഈ വാറണ്ടി ചിലപ്പോൾ എക്സ്പ്രസ് ആവാം, അല്ലെങ്കിൽ എന്താവാം, ഇംപ്ലൈഡ് ആവാം. അടുത്ത പ്രോക്സിമിറ്റി കോസ്. എന്താണ് പ്രോക്സിമിറ്റി കോസ് എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദ മറൈൻ ഇൻഷുറൻസ് ആക്ട്, subject to the provisions of the act and unless the policy otherwise provides, the insurer is liable for any loss proximately caused by a peril insured against. അതായത് പെരിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടങ്ങളാണ്. അതായത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങൾ ഉണ്ടാവാനെ കൊണ്ടുണ്ടായിരിക്കുന്ന ഏറ്റവും അടുത്ത റീസൺസ് ആയിരിക്കും, ഏറ്റവും നിയർ ബൈ റീസൺസ് ആയിരിക്കും അതെന്ത് ചെയ്യുക, നഷ്ടത്തിന് കാരണമായി കണക്കാക്കുക. അതിനെ പറയുന്ന പേരാണ് എന്താ, പ്രോക്സിമിറ്റി കോസ്. ഒന്നുകൂടെ പറയാം. അക്കോർഡിംഗ് ടു മറൈൻ ഇൻഷുറൻസ് ആക്ട്, സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് ദി ആക്ട് ആൻഡ് അൺലെസ് ദ പോളിസി അതർവൈസ് പ്രൊവൈഡ്, അതായത് ഈ ആക്ടിന്റെ പ്രൊവിഷൻ പ്രകാരവും പോളിസിക്കകത്ത് മറ്റൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും, ദ ഇൻഷുറർ ഈസ് ലയബിൾ ഫോർ എനി ലോസ് പ്രോക്സിമിറ്റ്ലി കേസ്ഡ് ബൈ ദ പെരിൽസ് ഇൻഷുർഡ് അഗൈൻസ്റ്റ്. എന്താണ് ഈ നഷ്ടം ഉണ്ടാവാനെ കൊണ്ട് കാരണമായ ഏറ്റവും അടുത്ത കാര്യം എന്താണോ അതിനനുസരിച്ച് ഈ ഇൻഷുറൻസ് കമ്പനി എന്ത് എടുക്കണം, ലയബിലിറ്റി കൊടുക്കണം, അല്ലെങ്കിൽ പോളിസി നൽകണം. അസൈൻമെന്റ് ആൻഡ് നോമിനേഷൻ ഓഫ് പോളിസി. A marine insurance policy is assignable unless it contains the terms expressly prohibiting assignment. അസൈൻമെന്റ് എന്താണ് എന്ന് ഇനി വരുന്ന എപ്പിസോഡുകൾ നമുക്ക് പഠിക്കാം. എന്നിരുന്നാലും കേട്ടോളൂ, ഒരു മറൈൻ ഇൻഷുറൻസിനകത്ത് മറ്റൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, അസൈൻമെന്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഏതൊരു മറൈൻ പോളിസിയും നമുക്ക് എന്ത് ചെയ്യാം, അസൈൻ ചെയ്ത് കൊടുക്കാം. അസൈൻമെന്റ് എന്താണ് എന്ന് ഇനി വരുന്ന എപ്പിസോഡുകൾ, 5ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ദെൻ ഇറ്റ് മേ അസൈൻ എയ്തർ ബിഫോർ ഓർ ആഫ്റ്റർ ദ ലോസ്. ലോസിന് മുമ്പോ ലോസിന് ശേഷമോ നമുക്ക് ഇത് അസൈൻ ചെയ്ത് കൊടുക്കാം. എ മറൈൻ പോളിസി മേ ബി അസൈൻഡ് ബൈ എൻട്രോസ്മെന്റ് ദെയർ ഓൺ ഓർ അതർ കസ്റ്റമറി മാനർ. ഈ മറൈൻ പോളിസി എങ്ങനെയായിരിക്കാം നമുക്ക് നൽകുക, ഒന്നെങ്കിൽ എൻട്രോസ്മെന്റ് എന്ന് വെച്ചാൽ കൈമാറ്റത്തിൽ കൂടിയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയുണ്ടെങ്കിൽ ആ രീതിയിലോ. അടുത്താണ് റിട്ടേൺ ഓഫ് പ്രീമിയം. പ്രീമിയം ഈസ് ദ കോൺട്രിബ്യൂഷൻ ഫോർ ദ റിസ്ക് റൺ ബൈ ദ ഇൻഷുറർ. ഇൻഷുറർ ഏറ്റെടുക്കുന്ന റിസ്കിനുണ്ടായിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷനാണ് പ്രീമിയം. അതായത് ഒരു പോളിസി ഹോൾഡർ മാസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അടയ്ക്കുന്ന തുക. ഇഫ് ദ റിസ്ക് ഇൻഷുർഡ്സ് ആർ എഗനിസ്റ്റ് ഈസ് നോട്ട് റൺ, ദെൻ ദ കൺസിഡറേഷൻ ഈസ് ഫെയിൽ. ഈ റിസ്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ ആ കൺസിഡറേഷൻ ഫെയിൽ ആണ്. ഹെൻസ് ദ ഇൻഷുർഡ് ക്യാൻ റിക്കവർ ദ പ്രീമിയം പെയ്ഡ് ഫ്രം ദ ഇൻഷുറർ. അതുകൊണ്ട് തന്നെ ഈ പ്രീമിയം അടച്ചേക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്നും നമുക്ക് തിരിച്ചു വാങ്ങിക്കാൻ പറ്റും. അടുത്തത് നമുക്ക് നോക്കണ്ടേ, ക്ലോസസ് ഇൻ മറൈൻ പോളിസി ഓർ കൺസ്ട്രക്ഷൻ ഓഫ് മറൈൻ പോളിസി. മറൈൻ പോളിസിക്കകത്തുണ്ടായിരിക്കുന്ന ക്ലോസുകൾ ഏതൊക്കെയാണ്? ക്ലോസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ളതാണ് എന്നാണ്. ലോസ്റ്റ് ഓർ നോട്ട് ലോസ്റ്റ് ക്ലോസ്. അടുത്താണ് ലോസ്റ്റ് ഓർ നോട്ട് ലോസ്റ്റ് ക്ലോസ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. വെൻ ദ സബ്ജക്ട് മാറ്റർ ഈസ് ഇൻഷുർഡ്, ലോസ്റ്റ് ഓർ നോട്ട് ലോസ്റ്റ്, ആൻഡ് ദ ലോസ് ഈസ് കോസ്ഡ് ബിഫോർ ദ കോൺട്രാക്ട് ഈസ് ഫൈനൽ, ദ റിസ്ക് അറ്റാച്ച്. അതായത് വെൻ ദ സബ്ജക്ട് മാറ്റർ ഈസ് ഇൻഷുർഡ്, ലോസ്റ്റ് ഓർ നോട്ട് ലോസ്റ്റ്, എപ്പോഴാണോ സബ്ജക്ട് മാറ്ററുകൾ ലോസ്റ്റ് ഓർ നോട്ട് ലോസ്റ്റിൽ ഇൻഷുർ ചെയ്യുന്നത്, ആൻഡ് ദ ലോസ് ഈസ് കേസ്ഡ് ബിഫോർ ദ കോൺട്രാക്ട് ഈസ് ഫൈനൽ, എന്നിട്ട് ഈ കോൺട്രാക്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദ റിസ്ക് അറ്റാച്ച്ഡ്, നഷ്ടം എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപരിഹാരം ആര് കൊടുക്കണം, ഇൻഷുറൻസ് കമ്പനി കൊടുത്തിരിക്കണം. ഇറ്റ് വിൽ നോട്ട് ബി സോ, ഇനി അങ്ങനെ അല്ല എങ്കിൽ, ഇഫ് അഷേർഡ് വാസ് അവെയർ ഓഫ് ദ റിസ്ക് ആൻഡ് ദ ഇൻഷുറർ വാസ് നോട്ട്. അഷുർ ആയിട്ടുള്ള വ്യക്തി, അതായത് പ്രീമിയം പോളിസി എടുക്കുന്ന വ്യക്തി ഇതിനെപ്പറ്റി അറിയുകയും ഇൻഷുറർ ആയിട്ടുള്ള വ്യക്തി, അതായത് ഇൻഷുറൻസ് കമ്പനി ഇത് അറിയണമെന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ലോസ് ഓർ നോട്ട് ലോസ്റ്റ് ക്ലോസിൻ്റെ പ്രത്യേകത ഇതാണ്. ഈ കോൺട്രാക്റ്റ് സമ്മഫേർഡ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കോൺട്രാക്റ്റുകൾ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ കൂടി നമ്മൾ വീതിച്ച് നൽകേണ്ടതായി വരും. അടുത്താണ് FPA ആൻഡ് FAA ക്ലോസ്.
This clause exempts the insurer from the liability in respect of particular average and all average respectively. അതായത് ഈ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശരാശരിയെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൊത്തത്തിലുള്ള ശരാശരിയെ പറ്റിയുള്ള ലയബിലിറ്റികളൊന്നും ഇല്ലാതാകുന്നു. ഓക്കെ, ഹിയർ ദ ടേം ആവറേജ് മീൻസ് പാർഷ്യൽ ലോസ്. ഇവിടുത്തെ ടേം ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാർഷ്യൽ ലോസ്, പകുതി ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങളാണ്. FPA മീൻസ് ഫ്രീ ഫ്രം പെർട്ടിക്കുലർ ആവറേജ്. FPAയുടെ അർത്ഥം എന്താണ്? പെർട്ടിക്കുലർ ആവറേജിൽ നിന്നും ഫ്രീ ആയിട്ടുള്ളതാണ്. ആൻഡ് FAA എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫ്രീ ഫ്രം ആവറേജ് ആൾ ആവറേജ്, ഫ്രീ ഫ്രം ആൾ ആവറേജ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, എന്താണ് FPA ആൻഡ് FAA ക്ലോസ്. ദിസ് ക്ലോസ് exempts the insurer from the liability in respect of particular average and all average respectively. പെർട്ടിക്കുലർ ആവറേജിൽ നിന്നും അതേപോലെ തന്നെ ആവറേജ് ആൾ എന്ന് പറയുന്ന ക്ലോസുകളിൽ നിന്നും ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒരു എക്സംഷൻ, ലയബിലിറ്റി ഇല്ലാതാക്കുന്നതിൻ്റെ ഒരു എക്സംഷനാണ് ഈ FPA ആൻഡ് FAA ക്ലോസ്. അടുത്താണ് സ്യൂ ആൻഡ് ലേബർ ക്ലോസ്. എന്താണ് സ്യൂ ആൻഡ് ലേബർ ക്ലോസ് എന്ന് നോക്കാം. ദിസ് ക്ലോസ് enables the insured and the insurer to work together for preserving the property after the accident has occurred. അതായത് ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷവും ഈ ഇൻഷുറൻസ് എടുത്തേക്കുന്ന വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയും കൂടി ആ പ്രോപ്പർട്ടി സേവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ക്ലോസുകളാണ് സ്യൂ ആൻഡ് ലേബർ ക്ലോസ്. നമുക്കറിയാം, സാധാരണ നമ്മൾ പഠിച്ചു, ഇൻഷുറൻസ് തുക കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്കാണ് അസറ്റുകൾക്ക് മുകളിൽ അവകാശം, ഒരിക്കലും പോളിസി ഹോൾഡറിന് അവകാശം ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ എന്നാൽ ഇവിടെ വരുമ്പോൾ എന്താണ്? സ്യൂ ആൻഡ് ലേബർ ക്ലോസ് ആണ് എങ്കിൽ അവളുടെ നഷ്ടമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ ഇൻഷുറൻസ് കമ്പനിയും പോളിസി ഹോൾഡറും ആ പ്രോപ്പർട്ടി പ്രിസർവ് ചെയ്യാനെ കൊണ്ട് ശ്രമിച്ചിരിക്കണം. അടുത്തത് എക്സ്പെക്റ്റഡ് പെരിൽ ക്ലോസ്. എക്സ്പെക്റ്റഡ് പെരിൽ ക്ലോസ് എന്ന് വെച്ചാൽ ഇറ്റ് എക്സ്പെക്ട് ദ ഇൻഷുറർ ഫ്രം ദ ലയബിലിറ്റി ഫോർ ദ ലോസ് കേസ്ഡ് ബൈ ഫാക്ടർ മെൻഷൻഡ് therein. ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്ന ക്ലോസുകളാണ് എന്താ? എക്സ്പെക്റ്റഡ് പെരിൽ ക്ലോസ്. അടുത്താണ് അക്സെപ്റ്റഡ് പെരിൽ ക്ലോസ്. എന്താണ് അക്സെപ്റ്റഡ് പെരിൽ ക്ലോസ് നോക്കാം. ഇറ്റ് ഈസ് ദ കൗണ്ടർ പാർട്ട് ഓഫ് ദ എബോവ് ക്ലോസ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസിൻ്റെ മറ്റൊരു ഭാഗമാണ്. അണ്ടർ ഇറ്റ്, ഇതും പ്രകാരം ദ ഇൻഷുറർ അണ്ടർടേക്ക് ടു ഇൻഡെമനിഫൈ ദ ഇൻഷേർഡ് എഗൈൻസ്റ്റ് ആൾ ലോസ് കേസ്ഡ് ടു ഹിം ബൈ ദ ഫാക്ടേഴ്സ് സ്പെസിഫൈഡ് ഇൻ ദ പോളിസീസ്. അതായത് അണ്ടർ ഇറ്റ്, ഇതിനകത്ത് ദ ഇൻഷുറർ അണ്ടർടേക്ക് ടു ഇൻഡെമനിഫൈ ദ ഇൻഷേർഡ് എഗൈൻസ്റ്റ് ആൾ ലോസ് കേസ്ഡ് ബൈ ഹിം ബൈ ദ ഫാക്ടേഴ്സ് സ്പെസിഫൈഡ് ഇൻ ദ പോളിസീസ്. ഈ പോളിസിക്കകത്ത് പറഞ്ഞേക്കുന്ന ഫാക്ടറുകളൊക്കെ ഉണ്ടായേക്കുന്നത് കൊണ്ട് ഉണ്ടായേക്കുന്ന നഷ്ടം, ഫാക്ടറുകൾ കാരണമുള്ള നഷ്ടങ്ങളെല്ലാം നമ്മൾ ഇൻഷുറർ എന്ത് ചെയ്തോളും? ഏറ്റെടുത്തോളും. അത്തരത്തിലുള്ള നഷ്ടങ്ങളെയാണ് അക്സെപ്റ്റഡ് പെരിൽ ക്ലോസ്. ഓക്കെ, ഉദാഹരണം മറ്റൊന്നുമല്ല, എക്സ്പെക്റ്റഡ് പെരിൽ ക്ലോസ് എന്ന് വെച്ചാൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാകാം. അതായത് ഇപ്പം കപ്പൽ മറിയുന്നു, കപ്പൽ യന്ത്ര തകരാറുകൾ കൊണ്ട് നശിക്കപ്പെടുന്നു, അങ്ങനെയൊക്കെ ഉള്ളത് എക്സ്പെക്റ്റഡ് പെരിൽ ക്ലോസ്. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് കൊടുക്കും. അതിൻ്റെ കൂട്ട് തന്നെ മറ്റൊരു രീതിയാണ് എന്താ? അക്സെപ്റ്റഡ് പെരിൽ ക്ലോസ്. അതായത് നമ്മളിങ്ങനെ പറയുകയാണ്, അവിടെ കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചാൽ മാത്രമേ നമ്മൾ നഷ്ടങ്ങൾ വഹിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കപ്പലിന് തീ പിടിച്ചാൽ മാത്രമേ നമ്മൾ ഇൻഷുറൻസ് കമ്പനി നഷ്ടങ്ങൾ വഹിക്കുള്ളൂ. അങ്ങനെയുള്ള ക്ലോസ് പറയുവാണെങ്കിൽ അക്സെപ്റ്റഡ് പെരിൽ ക്ലോസ് എന്നും. എക്സ്പെക്റ്റഡ് പെരിൽ ക്ലോസ് എന്ന് വെച്ചാൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് നൽകണമെന്ന് പറയുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് പെരിൽ ക്ലോസ് എന്നും. ശരിക്കും പറഞ്ഞാൽ രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. അടുത്താണ് ദ ഫ്രം ക്ലോസ്. ഫ്രം ക്ലോസിനകത്ത് പറഞ്ഞാൽ അണ്ടർ ദിസ് ക്ലോസ് ദ റിസ്ക് ഇൻഷേർഡ് commence when the ship start from its voyage and not while standing in the port. അതായത് ഇവിടെ യാത്ര ആരംഭിക്കുമ്പോൾ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടത്തുള്ളൂ, അല്ലാതെ പോർട്ടിൽ നിർത്തിയിടുമ്പോൾ എന്ത് ചെയ്തില്ല? ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുകയില്ല. അതിനാണ് ദ ഫ്രം ക്ലോസ്. അടുത്താണ് ദ അറ്റ് ആൻഡ് ഫ്രം ക്ലോസ്. അടുത്ത ക്ലോസ് ആണ് ദി അറ്റ് ആൻഡ് ഫ്രം ക്ലോസ്. ആസ് പെർ ദിസ് ക്ലോസ് ദ റിസ്ക് സ്റ്റാർട്ട് വെൻ ദ കോൺട്രാക്ട് ഈസ് ഫൈനലൈസ്ഡ്. കോൺട്രാക്ട് ഫൈനലൈസ് ചെയ്യുമ്പോൾ മുതലാണ് റിസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. Thus it covers the loss even when the ship is standing in the
പോർട്ട്. എന്താണ്, കപ്പൽ നമ്മുടെ പോർട്ടിൽ കിടന്നാൽ പോലും നമുക്കിവിടെ എന്തുണ്ടാവും, ഈ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും. ഹൗവർ ദ റിസ്ക് വിൽ നോട്ട് സ്റ്റാർട്ട് ഇഫ് ദ ഷിപ്പ് ഈസ് നോട്ട് സേഫ്റ്റിലി ആൻഡ് വിൽ സ്റ്റാർട്ട് ഓൺലി വെൻ ഇറ്റ് കംസ് ഇൻ ടു സേഫ്റ്റി. ഓക്കെ, ഇനി ഈ കപ്പൽ സേഫായിട്ടല്ല കിടക്കുന്നതെങ്കിൽ ഇത് അട്രാക്റ്റഡ് ആവത്തില്ല. അതായത് കപ്പൽ മുങ്ങിത്താഴുന്ന ഒരു അവസ്ഥയിലേക്കാണ് കിടക്കുന്നത്, എന്നിട്ട് പോയി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഇത് ഇൻഷുറൻസ് കമ്പനി ബാധ്യത ഏറ്റെടുക്കത്തില്ല. അടുത്താണ് ബാറട്ടറി ക്ലോസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആൾ wrongful act by the captain, crew or other on the ship. All such laws are also covered in this പോളിസി. അതായത് ക്യാപ്റ്റൻ്റെയോ അല്ലെങ്കിൽ ക്രൂവിലുള്ള ഏതെങ്കിലും മെമ്പേഴ്സിൻ്റെയോ കയ്യിലിരിപ്പ് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ നഷ്ടങ്ങളൊക്കെ വഹിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലോസ് ആണ് ബാർട്ടറി ക്ലോസ്. അടുത്താണ് മെമ്മോറാണ്ടം ക്ലോസ്. ഇറ്റ് പ്രൊവൈഡ് ദ മിനിമം ലിമിറ്റ് ടു ദ ഇൻഷുറേഴ്സ് ലയബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് മറൈൻ ക്ലെയിംസ്. ഇറ്റ് ഈസ് ദ ഒബ്ജക്ട് ടു പ്രൊട്ടക്ട് ദ ഇൻഷുറർ ഫ്രം ദ പാർഷ്യൽ ലോസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഇറ്റ് പ്രൊവൈഡ് ദ മിനിമം ലിമിറ്റ് ടു ഇൻഷുറൻസ് ലയബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് മറൈൻ ക്ലെയിംസ്. മറൈൻ ക്ലെയിംസുകൾക്ക് വല്ലതും ഉണ്ടാകുകയാണെങ്കിൽ ഒരു മിനിമം ലയബിലിറ്റി ഇൻഷുറർക്ക് ഉണ്ടാക്കും. ഓക്കെ, ഇറ്റ്സ് ഒബ്ജക്റ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദ ഇൻഷുറർ ഫ്രം പാർഷ്യൽ ലോസ്. പാർഷ്യൽ ലോസിൽ നിന്നും ഈ പറയുന്ന ഇൻഷുററെ, അതായത് പോളിസി ഹോൾഡറിനെ ഇൻഷുർ കമ്പനിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് കൊടുക്കുന്നത്, ഈ മെമ്മോറാണ്ടം ക്ലോസുകൾ നൽകുന്നത്. അപ്പോൾ മെമ്മോറാണ്ടം ക്ലോസ് ആണെങ്കിൽ പാർഷ്യൽ ലോസ് വല്ലതും ആണെങ്കിൽ ആരും തരേണ്ട ആവശ്യമില്ല, ഇൻഷുറൻസ് കമ്പനി നമുക്ക് എമൗണ്ടുകളൊന്നും തരേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കേട്ടിരുന്ന എല്ലാ ആൾക്കാരോടുമുള്ളൊരു അഭ്യർത്ഥന, ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒന്നിലധികം തവണ വീണ്ടും ഇത് കാണുക. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളെ അറിയിച്ചേക്കുക. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ എല്ലാ വിധത്തിലുള്ള വിജയാശംസകളും. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റായി ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.